വിദ്യാഭ്യാസ ലോൺ എടുക്കേണ്ടി വന്ന പാവപ്പെട്ട കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കന്മാരുടെയും ദുരിതം എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഭയും ധരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സാർ, വിദ്യാഭ്യാസ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കരുത്, മല്ലിയ പോലെ 10,000 കോടി കൊണ്ട് നാട് വിട്ട് പോകണമെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. വിദ്യാഭ്യാസ ലോൺ എടുത്താൽ ജോലി കിട്ടുമ്പോൾ തിരികെ അടച്ചേ മതിയാവൂ എന്ന അഭിപ്രായക്കാരനാണ് സാറേ. മലയാളി മാന്യനാണ്, മല്ലയ്യ അല്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം സാറേ, ഞാൻ ചോദിക്കുന്നത് വേറെ മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുന്ന ഒരു കാര്യം, കേരളത്തിലെ വിദ്യാർത്ഥി 4 ലക്ഷം രൂപ വരെയുള്ള ലോണിന് യാതൊരുവിധ എഗ്രിമെന്റും ഇല്ല. വിദ്യാർത്ഥിക്ക് ലോൺ കിട്ടുന്നു. ലോൺ വാങ്ങുന്നത് വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരു പൈസ കിട്ടുന്നില്ല, സ്ഥാപനമാണ് പണം മേടിക്കുന്നത്. സാർ, അതിനെങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജപ്തി കൊടുക്കും? അത് ഏത് നിയമമാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു നിയമമുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും ജില്ലാ കളക്ടറുടെ തഹസീൽദാർ അടുത്തോട്ട് ഇവിടുത്തെ റിലയൻസ് കമ്പനി എന്നൊരു കൊള്ള സംഘം പോയി അപേക്ഷ കൊടുത്താൽ ഉടനെ റിക്കവറി നടപടിക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന ഈ ജില്ലാ കളക്ടർമാരെ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. എനിക്കറിയാം, റവന്യൂ മന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ പോലീസുകാരുടെ എന്താ കാര്യം? റിലയൻസ് കമ്പനിക്കാരൻ പറഞ്ഞാൽ വീട്ടിലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല സാർ, വിദ്യാഭ്യാസ ലോണെടുത്ത് പഠിച്ച് പാസ്സായിട്ട് 5 കൊല്ലം 6 കൊല്ലമായിട്ട് ജോലി കിട്ടാതെ കരഞ്ഞോണ്ട് നടക്കുന്ന പാവപ്പെട്ട പിള്ളേരുടെ വീട്ടിലോട്ട് എന്താ വെച്ചാൽ ഭീഷണിപ്പെടുത്തുകയാണ്. കൊച്ചുകളെ മാത്രമാണ് ഭീഷണിപ്പെടുത്തുന്നത്. നിനക്ക് ഇനി നേഴ്സന്മാരാണെങ്കിൽ ബിസിനസ് പോകാൻ അനുവദിക്കില്ല, നിന്റെ പാസ്പോർട്ട് ഞങ്ങൾ ജപ്തി ചെയ്യും, CC ചെയ്യും. ഇതാരാ ഭീഷണിപ്പെടുത്തുന്നത്? പോലീസുകാരൻ. ജപ്തി ചെയ്യും. ആകെ 4 സെന്റ് ജപ്തി ചെയ്യാൻ പോകുന്ന നാണം കെട്ട വില്ലേജ് ഓഫീസർ. ഈ രാജ്യത്തിന് സുഖകരമാണ് ഇത് സാർ. ഈ ഗവൺമെന്റ് ആലോചിക്കണ്ടേ? പിണറായി സഖാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന രാജ്യത്ത് ഇത്രമാത്രം റൗഡിസം നടത്തുന്ന ഈ വില്ലേജ് ഓഫീസർമാരെയും തഹസീൽദാർമാരെയും മര്യാദയ്ക്ക് നിർത്താൻ കഴിയില്ലെന്ന് വിശ്വസിക്കാൻ ഞാനില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സാർ, ആലപ്പുഴയിലെ മാത്രം 2 പിതാക്കന്മാർ ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് എത്ര ദുഃഖകരമാണ്. നമ്മുടെ ഒന്ന് അനുവദിക്കണം സാർ. ഇത് എന്റെ കുടുംബം ഗുണമില്ല, മേടിക്കണ്ട, പാവങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സാർ, താമരക്കളം വില്ലേജ് ഓഫീസറും ബാങ്ക് ഉദ്യോഗസ്ഥർ, SBT നമ്മുടെ പള്ളിക്കുന്നം SBTയിലെ മാനേജർ ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥരും താമരക്കുളം വില്ലേജ് ഓഫീസറും 3 ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നാണ് പാവപ്പെട്ട കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളുടെ മരണത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ആ കുട്ടി ലോണെടുത്തു. ആ ലോണ് നട്ടല് സംബന്ധമായ രോഗത്തിന് ചികിത്സയിലിരുന്ന മനുഷ്യന്റെ വീട്ടിലേക്ക് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ പോലീസുകാരുൾപ്പെടെ ഈ ഗുണ്ടകൾ ഉൾപ്പെടെ മാനേജർ ഉൾപ്പെടെ വീട്ടിൽ ചെല്ലുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ആ ആത്മഹത്യ അങ്ങനെ കൃഷ്ണൻകുട്ടി ആലപ്പുഴ ജില്ലയിൽ. ഞാൻ ചോദിക്കുക, ഈ കൊലപാതകത്തിന് ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യാൻ അങ്ങേക്ക് തന്റെ ഇടമുണ്ടോ? മേലിൽ ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ സർ, ഓരോന്നും കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ സിൻഡിക്കേറ്റ് ബാങ്ക് ചെയ്ത രാഖി ശങ്കർ, ആ കുട്ടി പഠിച്ച് പാസ്സായി, ആ കുട്ടി രോഗം വന്ന് മരിച്ചുപോയി. ആ കുട്ടിക്ക് ജപ്തി നോട്ടീസ്. ആ കുട്ടിയുടെ അപ്പനെ ജപ്തി നോട്ടീസ് എവിടുന്ന് കൊടുക്കും? ഒരു രോഗി ആയി മരിച്ചു കഴിഞ്ഞാൽ എന്നാലും വിടില്ല എന്ന് നിൽക്കുന്ന ഈ നാണം കേട്ട ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ മര്യാദയ്ക്ക് നിർത്തണ്ടേ? ഇത് കലാപം ഉണ്ടാവും സാർ. ഞാൻ ക്ഷമിക്കണം, ഇന്ന് രാവിലെ സബ്മിഷൻ ഇവിടെ അടിയന്തര പ്രമേയത്തിൽ വന്നോളല്ല ഞാൻ പറയുന്നത്. ആളെ പറ്റിയാൽ പാമ്പ് കടിക്കും. ഞാൻ ആലപ്പുഴ ചെന്നിരുന്നു. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന പാവപ്പെട്ട കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യാണ്ടായ കാരണം എന്താ? ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൊലക്കുറ്റം കേസെടുക്കാൻ തയ്യാറുണ്ട്. ഇല്ലെങ്കിൽ സാർ, മടുക്കുമ്പോ ആളെ പറ്റിയ പാമ്പ് കടിക്കും. ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇത് ഓർക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ കേരള വ്യാപകമായി ഈ കൊള്ളക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങളുണ്ടാവും എന്നതിന് സംശയമില്ല. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ കൊള്ള നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ തയ്യാറാവുകയും മേലിൽ ഒരു ജില്ലാ കളക്ടറും ഒരു തഹസീൽദാരും ജപ്തി നോട്ടീസ് ഒപ്പിട്ട് കൊടുക്കരുതെന്ന് നിർദ്ദേശം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. നിയമവിരുദ്ധമായി ഈ ജപ്തിക്ക് ഉത്തരവ് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ സമയമുണ്ട് പ്ലീസ്. വേറെ ആരോടും ഇല്ലല്ലോ, എന്നോട് മാത്രം. ഈ രാജ്യത്തെ പാവപ്പെട്ട കാര്യം പറഞ്ഞ സ്പീക്കർ നിശ്ചിത പാടില്ലേ?
നിശ്ചിത സമയത്ത് പറഞ്ഞു തീർക്കണം. സബ്മിഷനായിട്ട് ഇത്രയും പറയും. ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഈ കാര്യത്തിലുണ്ടാവണം. പ്ലീസ് ഡോൺ. സർ, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഒരു ഗൗരവതരമായ പ്രശ്നമാണ് ബഹുമാനായ PC ജോർജ് ഇവിടെ ഉന്നയിച്ചത്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടമുട്ടിയാൽ ചേരയും കടിക്കുന്നതാണ്. ആ ചേര കടിക്കാൻ പുറപ്പെടേണ്ടതില്ല. സർക്കാർ തന്നെ ആവശ്യമായ നടപടി എടുക്കാനാണ് ആലോചിച്ച് വരുന്നത്. ഇതിൽ വായ്പ നൽകുന്നത് വിദ്യാർത്ഥികൾക്കാണ്. പഠനത്തിനാണ് വായ്പ. പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയാലാണ് അത് തിരിച്ചടക്കേണ്ടത്. അപ്പോൾ ആ വ്യവസ്ഥയിൽ തന്നെ ആയിരിക്കണം വായ്പ നൽകുന്നത്. അപ്പോൾ ജോലി കിട്ടുന്നതുവരെ ഈ വായ്പ ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ പാടില്ല. സാധാരണ നിലയിലൊരു പ്രശ്നം വരാനിടയുള്ളത് ചില ജോലികൾ സ്വകാര്യ ജോലികളായിരിക്കും. അതിൽ നിന്ന് വായ്പയുടെ തിരിച്ചടവ് എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സർക്കാർ ജോലിയായാലും സ്വകാര്യ ജോലിയായാലും ജോലി കിട്ടിയതിന് ശേഷം വായ്പാ തിരിച്ചടവ് ആരംഭിക്കുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാകണം. ഇവിടെ സാധാരണ സമ്പ്രദായം വിട്ട് കുടിശ്ശിക ഈടാക്കാനുള്ള ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ചില രീതികൾ തുറന്നു വരുന്നുണ്ട്. ഒരു കാരണവശാലും അത്തരം രീതികൾ അംഗീകരിക്കാൻ പറ്റില്ല. ഒരു സർക്കാർ സംവിധാനവും അതിൻ്റെ ഭാഗമായി മാറാനും പാടില്ല. ഈ വായ്പയെടുത്ത വിദ്യാർത്ഥിയെയും ആ കുടുംബത്തെയും സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ പൊതുവെ സർക്കാർ സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ പ്രശ്നം ബാങ്കുകളുമായി ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ബാങ്കുകളുടെ ശ്രദ്ധയിൽ തന്നെ ഈ പ്രശ്നം പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം അങ്ങ് ചൂണ്ടിക്കാണിച്ച റവന്യൂ ജപ്തി നടപടി, അത്തരം നടപടികൾ ഈ കാര്യത്തിൽ ആ രീതിയിൽ ബാധകമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. പൊതുവേ തന്നെ ജപ്തി നടപടികളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സർക്കാർ കാണുന്നത്. കാരണം ഇല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ജപ്തി നടപടി പാടില്ല എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. ഇതാണല്ലോ ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ദീർഘമായി പോകുമെന്നുള്ളത് കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല.